എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാദി ബോർഡ് LDCയുടെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 75 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 3 പാർട്ടിലായിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ 76ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ ഒരു സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 76ാമത്തെ മാത്സ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 0.36 ഇൻറ്റു 6.25 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.06. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ പോയിന്റുകൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, മുകളിൽ ഉള്ള സംഖ്യകൾ ടോട്ടലായിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് ആണുള്ളത്. 0.36 2 ഡിജിറ്റും 6.25 4 ഡിജിറ്റ്. അപ്പൊ മുകളിൽ എന്തായി, പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്. ഇനി താഴെ നോക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് 0.5. അപ്പൊ അവിടെ ഒരു ഡിജിറ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് 0.5, അവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ്. 0.06 അവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്. അപ്പൊ ടോട്ടൽ താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകളുണ്ട്? 4 ഡിജിറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആക്ച്വലി എന്ത് സംഭവിക്കും? മുകളിലെയും താഴെയും ഉള്ള പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റുകളുടെ എണ്ണം തുല്യ ആയതുകൊണ്ട് ആ പോയിന്റുകളൊക്കെ അല്ലെങ്കിൽ ആ പോയിന്റുകളൊക്കെ ഒഴിവാക്കി നമുക്ക് അതിനെ പോയിന്റ് ഇല്ലാത്ത നമ്പറുകളാക്കിയിട്ട് എഴുതിയാലും അത് ഈ തന്നിരിക്കുന്നതിനോട് ഇക്വലന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാം? അതായത് ആക്ച്വലി നമ്മൾ ആ പോയിന്റ് കളയാനായിട്ട് ഇപ്പോൾ 10 അല്ലെങ്കിൽ 100, 1000, 10,000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ മുകളിലും താഴെ ഇപ്പൊ നമുക്ക് 4 പോയിന്റ് വെച്ച് കളയണമെന്നുണ്ടെങ്കിൽ കളയണമെന്നുണ്ടെങ്കിൽ 10,000 വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ഒക്കെ പോയിട്ട് നമ്പറുകൾ എങ്ങനെയായിട്ട് മാറും? 36 ഇൻറ്റു 625 ബൈ 5 ഇൻറ്റു 5 ഇൻറ്റു 6 എന്നായിട്ട് മാറും, ആ മുകളിലും താഴെയായിട്ട്. ഇനി അതിൽ ക്യാൻസൽ ചെയ്താൽ മതി. അതായത് 5 ഇൻറ്റു 5 25ന് 625 ആയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ ഒരു 25 വരും. പിന്നെ ബാക്കി അവിടെ ഉള്ളത് താഴെ ഒരു 6ആണ്. ആ 6ന് 36 ആയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെയും ഒരു 6 വരും. അപ്പോൾ 6 ഇൻറ്റു 25 150 നമുക്ക് ആൻസർ വരിക. അടുത്തത്, ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. അപ്പോൾ അതായത് ആനന്ദിന്റെ അമ്മായിമാരാണ് രാഖിയും രേണു, അതാണ് ഉദ്ദേശിച്ചത്. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ, അതായത് രാഖി എന്ന് പറയുന്നത് അമ്മായിയാണല്ലോ. അപ്പൊ അമ്മായിയുടെ അമ്മ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ അമ്മൂമ്മയാണ്, അത് അല്ലെങ്കിൽ അച്ഛമ്മയായിട്ട് വരും. അപ്പൊ ഈ അച്ഛമ്മ, ആ അച്ഛമ്മയുടെ മകൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ. ആ അച്ഛന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ എന്നുള്ളതാണ് നിഷ. ഭാര്യയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം, നിഷയും ആനന്ദും അത് മകനാണ്, നിഷയുടെ മകനാണ് ആനന്ദ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഒരു ഓപ്ഷൻ എ ആണ്, മകൻ. അടുത്തത്, ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ കഴിഞ്ഞ് 4ാമത്തെ ലെറ്റർ വെച്ചിട്ടാണ് എനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. പി കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ലെറ്റർ വെച്ചിട്ട് പീനെ റീപ്ലേസ് ചെയ്തു. അപ്പൊ എ കഴിഞ്ഞ 4ാമത്തെ ലെറ്റർ ആണ് ഏത്? ഇ. അപ്പൊ അത് എനെ റീപ്ലേസ് ചെയ്തു. പി കഴിഞ്ഞ 4ാമത്തെ ലെറ്റർ ആണ് ടി, അത് ചെയ്തു. എൽ കഴിഞ്ഞ 4ാമത്തെ ലെറ്റർ ആണ് പി, അത് ചെയ്തു. ഇ കഴിഞ്ഞ 4ാമത്തെ ലെറ്റർ ആണ് ഐ. അപ്പൊ അങ്ങനെ ഓരോ ലെറ്ററും അത് കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതേ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് ഓറഞ്ചിന്റെ ലെറ്റേഴ്സ് റീപ്ലേസ് ചെയ്താൽ O കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ലെറ്റർ എസ്, R കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ലെറ്റർ വി, എ കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ലെറ്റർ ഇ, എൻ കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ലെറ്റർ ആർ, ജി കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ലെറ്റർ കെ ആൻഡ് ഇ കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ലെറ്റർ ഐ. അങ്ങനെയാണ് വരിക. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. 60 കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പൊ അതില് സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്, ദൂരം, സമയം, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബേസിക് ഇക്വേഷൻ അതാണ്. പക്ഷെ ഇവിടെ ചെറിയ കൺവേർഷൻ ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് സ്പീഡ് തന്നേക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്, അഥവാ കിലോമീറ്റർ പെർ മണിക്കൂർ. അപ്പൊ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെയാണ് നമ്മൾ മാറ്റുക? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക്, തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ അവറിലുള്ള വാല്യൂവിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറും. അപ്പൊ നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. സ്പീഡ് 60 കിലോമീറ്റർ പെർ അവർ ആണ്. 60 ഇൻറ്റു 5/18 ചെയ്തപ്പോൾ അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറും. ഞാനത് കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് 200 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് വരും.
ഇപ്പൊ ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് 200 കൊടുക്കുക ബൈ സ്പീഡിന്റെ സ്ഥാനത്ത് ഈ നേരത്തെ കിട്ടിയ 60 × 5/18. അത് ഡിവിഷനിലായതുകൊണ്ട് നേരെ റെസിപ്രോക്കൽ ആവും. അപ്പൊ എങ്ങനെ വരും? 200 × താഴെയുള്ള 18 മുകളിലേക്ക് വരും. അപ്പൊ 200 × 18/60 × 5 എന്ന് വരും. അപ്പൊ ഇനി അതിൽ ക്യാൻസലേഷൻ ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ മുകളിലത്തെ മൾട്ടിപ്ലൈ താഴത്തെ മൾട്ടിപ്ലൈ ഡിവിഷൻ ചെയ്യുമ്പോൾ ആൻസർ 12 സെക്കൻഡ് 12 സെക്കൻഡ് ആണ് ടൈം എടുക്കുക. അടുത്തത് 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹ ഗോളത്തെ ചുരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? അപ്പൊ നമ്മൾ അതായത് ഇവിടെ വേറൊരു പേജായിട്ട് ചെയ്തിട്ടുണ്ട്. ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക, വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4/3 πr³ ആണ്. ഇവിടെ 2 ഗോളങ്ങളുണ്ട് നമുക്ക്, ഒരു വലുതും പിന്നെ 27 ചെറുതും. അപ്പോൾ ആ ഒരു വലിയ ഗോളം ഉരുക്കിയിട്ടാണ് 27 ചെറിയ ഗോളങ്ങളാക്കിയത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ രണ്ടിന്റെയും വോളിയം ഈക്വൽ ആണ്, വ്യാപ്തം ഈക്വൽ ആണ്. അപ്പൊ 4/3 r1³ = 4/3 πr2³. അപ്പൊ രണ്ട് സൈഡിലെ 4/3 π ക്യാൻസൽ ആയിപ്പോ. അപ്പൊ r1³ = r2³. അപ്പൊ ഇവിടുത്തെ വലിയതിന്റെ ആരം 15 ആണ്. അപ്പൊ 15³ അപ്പുറത്ത് 27 എണ്ണം ചെറുതുണ്ട്. അപ്പൊ അതിന്റെ ആരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 27 × r2³ വരും. അപ്പൊ 15ന്റെ ക്യൂബ് 3375. അപ്പുറത്തുള്ള 27 ഇവിടെ കൊണ്ടുവന്നിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോ നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ 125 വരും. അപ്പൊ r2³ = 125. 125 ആരുടെ ക്യൂബാ? 5ന്റെ ക്യൂബാണ്. അപ്പൊ r2 എന്ന് പറയുന്നത് അഥവാ രണ്ടാമത്തെ ചെറിയ ഗോളങ്ങളുടെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 80ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 ആണ് വരിക. ഇനി നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് suitably using appropriate clause. She dashed the examination if she had studied well. ആൻസർ ഓപ്ഷൻ ബി ആണ്, വുഡ് ഹാവ് പാസ്ഡ്. അതായത് ഷീ വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ. നെക്സ്റ്റ്, ഷീ ഹാസ് ഹാർഡ്ലി എനി മണി. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹാസ് ഹി. ഹി ഹാസ് ഹാർഡ്ലി എനി മണി, ഹാസ് ഹി. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത, റിപ്പോർട്ട് ദ സെന്റൻസ് പ്രോപ്പർലി. ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൽ? ദ ടീച്ചർ സെഡ് ടു മീ. ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി വരും. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പൽ. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾ ആൻഡ് ഫിൽ ദ സെന്റൻസ് ആപ്റ്റ്ലി. ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ് ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി റീകൺസിഡേർഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഫ്റ്റർ എ ഇയർ ഓർ ടു the question can be reconsidered. Next, complete the sentence using correct tense. The bell dash before I reached the school had rung. The bell had rung before I reached the school. Next, give the one-word substitute for the person who studies about sun, the moon, stars and the universe. Answer option C ആണ്, astronomer. Next, fill in the blanks with the opposite of underlined word. Swali looked cheerful, whereas Sumin looked, answer option A, gloomy. Which is the apt synonym for the word underlined? The women looked very weak. Answer option B ആണ്, feeble ആണ് weak ന്റെ synonym. Next, use the correctly spelled word to complete the sentence. If you dash money, you will quit the business. Answer option D ആണ്, lose. If you lose money, you will quit the business. Pick out the correct sentence with the right phrasal verb for the underlined word. The doctor advised me to abandon smoking. Answer option C. The doctor advised me to give up smoking. Give up smoking ആണ് abandoned right ആയിട്ടുള്ള phrasal verb വരിക. Next, മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. പിരിച്ചെഴുതുക. വെൺ തിങ്കൾ. ആൻസർ ഓപ്ഷൻ സി, വെൽ പ്ലസ് തിങ്കൾ. അടുത്തത്, ആദേശസന്ധിക്ക് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ എ, വിണ്ടലം. തദ്ധിതത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ഡി, വെണ്മ. അടുത്തത്, വിപരീത പദം എഴുതുക. അഗ്രജൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അവരജൻ. അടുത്തത്, ജലത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നളിനം. അടുത്തത്, ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ആൻസർ ഓപ്ഷൻ സി,
അപ്പാടെ ആകപ്പാടെയുള്ള ഭംഗി. ആനച്ചന്തം എന്നത് ആകപ്പാടെയുള്ള ഭംഗിയാണ്. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ചൂടാമണി. അടുത്തത് താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദി ഫയർ. ആൻസർ ഓപ്ഷൻ സി, എരുതിയിൽ എണ്ണയൊഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ എ ആണ്, കവയിത്രി. അത് കുറെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കവിയുടെ സ്ത്രീലിംഗം കവയിത്രി. പല രീതിയിൽ അത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് സ്പെല്ല് ചെയ്തേക്കണത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അടുത്ത ഒറ്റപ്പദമാക്കുക. വർഷം തോറും, പ്രതിവർഷം. ആൻസർ ഓപ്ഷൻ ഡി. അപ്പൊ ഇത്രയാണ് ഖാദി ബോർഡ് LDCയുടെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പൊ നമ്മളത് ഫുൾ ഇപ്പൊ കവർ ചെയ്തു. എല്ലാവർക്കും അപ്പൊ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത LDC എഴുതുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ